ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് അറിയാം, കർക്കിടവാവ് ബലി വരികയാണ് ഈ വ്യാഴാഴ്ച. എല്ലാ പ്രതികൾക്കും വേണ്ടിയുള്ള ഒരു വാവുബലി. നമുക്ക് തലമുറകളായിട്ട് നമ്മൾ പിതൃസായുജ്യത്തിനായിട്ട് കർക്കിടക വാവ് ബലിയൂട്ടുന്നത് നടത്തി വരുന്നു. ഈ വർഷത്തെ കർക്കിടക വാവ് ബലി 2025 ജൂലൈ 24 വ്യാഴാഴ്ചയാണ്. സൂര്യോദയത്തിന് ശേഷം ബലികർമ്മങ്ങൾ ചെയ്യണമെന്നാണ് വിധി. എങ്കിലും ജനങ്ങളുടെ തിരക്ക് കാരണവും അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും കടലും കായൽ തീരങ്ങളിലുമൊന്നും ഇത് കൃത്യമായിട്ട് നമുക്ക് ഇടുവാൻ സാധിക്കത്തില്ല എന്നതുകൊണ്ടും മിക്ക ക്ഷേത്രങ്ങളിലും ഇത് നടത്തിപ്പോരുന്നു അപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ 3:35 മുതലാണ് വാവുബലി കർമ്മം ആരംഭിക്കുന്നതെന്ന് നമുക്ക് പൊതുവായിട്ട് പറയാം. ഇനി നമ്മൾ ഈ ബലി ഇടാനായിട്ട് ഏറ്റവും ഉത്തമമായ സമയങ്ങൾ എപ്പോഴാണ്, ഏത് സമയത്ത് ഇത് പാടില്ല എന്ന് നോക്കാം. ബലികർമ്മത്തിന് എടുക്കാവുന്ന സമയങ്ങളെന്ന് പറയുന്നത് ഈ 2025 ജൂലൈ 24 എന്ന വ്യാഴാഴ്ച ദിവസം പുലർച്ചെ 3:35 മുതൽ 5:46 വരെയുള്ള ഒരു മിഥുനൻ രാശിയും 2025 ജൂലൈ 24 വ്യാഴാഴ്ച 5:47 മുതൽ 7:52 വരെയും, അതുപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ 7:53 മുതൽ 9:52 വരെയുള്ള ചിങ്ങം രാശി. അങ്ങനെ ഇത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ വ്യാഴാഴ്ച രാവിലെ 9:53 മുതൽ 11:50 വരെയുള്ള കന്നിരാശിയും ഇത് ഒക്കെ നമുക്ക് ബലി ഇടുവാൻ വേണ്ടി ഇടുക. അതുപോലെ തന്നെ ഏകദേശം വ്യാഴാഴ്ച 11:51 മുതൽ 1:54 വരെയുള്ള തുലാം രാശി നമുക്ക് ബലി ഇടുവാനായിട്ട് കൊള്ളത്തില്ലാത്തൊരു സമയമാണ്. അത് അശുഭമായിട്ടാണ് കരുതപ്പെടുന്നത്. ആ ഒരു സമയം പരമാവധി ബലി ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനീ പറഞ്ഞ ഏറ്റവും ശുഭമെന്ന് പറയുന്നത് രാവിലെ 7:53 മുതൽ 9:52 വരെയുള്ള ആ ചിങ്ങൻ രാശി ബലികർമ്മത്തിന് അത്യുത്തമമായിട്ട് കരുതാം. ആ സമയത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഇത് എന്തിനാണ് ഇടുന്നത്? നമുക്ക് ബലി ഇടുന്നതിനുള്ള പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മനുഷ്യർക്ക് 5 യജ്ഞങ്ങളാണ് വിധിച്ചിട്ടുള്ളത്. ബ്രഹ്മയജ്ഞവും ദേവയജ്ഞവും മനുഷ്യയജ്ഞവും ഭൂതയജ്ഞവും പിതൃയജ്ഞവുമാണ് അവ. ഇത് പരമാത്മാവിനെ അറിയാനുള്ള യജ്ഞമാണ് ബ്രഹ്മയജ്ഞമെങ്കിൽ, ആരാധിക്കുന്ന ദേവതകളെ പൂജിക്കുന്ന യജ്ഞമാണ് ദേവയജ്ഞം. എല്ലാവരെയും തന്നെപ്പോലെ കണ്ട് സ്നേഹിച്ച് കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്ത് മനുഷ്യയജ്ഞമാണ് ആ ഒരു യജ്ഞമെന്ന് പറയുന്നത്. ഈശ്വരൻ്റെ സൃഷ്ടിയായ ഒരു ജീവനെയും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുന്നതാണ് ഭൂതയജ്ഞം. നമ്മുടെ ജന്മത്തിന് കാരണമായ മാതാപിതാക്കൾക്ക്, അതായത് മാതാപിതാക്കൾക്ക് പൂർവികർക്കുമൊക്കെ നാം ചെയ്യുന്ന കർത്തവ്യ നിർവഹണമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. എല്ലാ യജ്ഞത്തെക്കാളും പ്രാധാന്യമാണ് നമ്മൾ പിതൃയജ്ഞത്തിന് കരുതി കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ സ്ഥൂല ശരീരം വിട്ടുപോയ പൂർവികരാണ് നമ്മൾ പിതൃക്കളെന്ന് പറയുന്നത്. ഈ ആത്മാക്കളുടെ പ്രീതിക്കും ആശീർവാദവും പിൻതലമുറകൾക്ക് ജീവിത സൗഭാഗ്യത്തിനും വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബലിയിടുന്നത് ഏറ്റവും ഉത്തമമായൊരു കാര്യമാണ്. ദാമ്പത്യ ജീവിതവും സന്താന സൗഭാഗ്യവും ഒക്കെ അതുവഴി അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. എല്ലാ മാസവും 2 വാവാണ് നമുക്ക് ഉള്ളത്, കറുത്തവാവെന്നും വെളുത്തവാവെന്നും. അമാവാസിയും പൗർണമിയും എന്നും പറയാം. ഇതിൽ അമാവാസിയാണ് പിതൃക്കളുടെ തിഥിയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഈ തിഥിയിൽ ചെയ്യുന്ന ബലിയാണ് വാവുബലി എന്ന് പറയുന്നത്. എല്ലാ അമാവാസിയും വാവുബലിക്ക് ഉചിതമാണ്. എന്നാൽ നമുക്ക് ഉത്തരായണത്തിലെ മകരവും ദക്ഷിണായനത്തിലെ കർക്കിടവാവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് കരുതിപ്പോകുന്നത്. കേരളത്തിൽ കർക്കിടവാവിന്, ഉത്തരേന്ത്യയിൽ മകരവാവിനുമാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകി വരുന്നത്. നമുക്ക് കർക്കിടകം അരിഷ്ടകാലം ആയതിനാൽ അതിൽ നിന്നും കരകയറാനും പ്രീതിക്കുമൊക്കെ നമ്മൾ കർക്കിടക വാവുബലി ചെയ്യുകയാണ്. എല്ലാവരും തന്നെ, മിക്ക ആളുകളും തന്നെ ഇത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണെന്ന ഒരു ബോധമുള്ളത് കൊണ്ട് കർക്കിടവാവിന് ഇത്ര പ്രാധാന്യം കൊടുത്ത് വാവുബലി ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു പുതിയ അധ്യായത്തിൽ വരെ നന്ദി, നമസ്കാരം.